ورتل القرآن ترتيلا. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين وبعد. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അൽ ബസ്മല എന്നതാണ്. ബസ്മല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസ്മി ചൊല്ലുക എന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മളെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാറുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഹുക്കുമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഓരോ അധ്യായത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് നിർബന്ധമാണ് എന്നാണ്. ഒരു അധ്യായം ആരംഭിക്കുകയാണ് എങ്കിൽ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അത് ആരംഭിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ബിസ്മി പാരായണം ചെയ്യാതെ ഖുർആനിൻ്റെ ഒരു അധ്യായം ആരംഭിച്ചാൽ കുറ്റക്കാരനാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി സൂറത്ത് ആരംഭിക്കുമ്പോഴാണ് ഇത് നിർബന്ധമായി വരുന്നത്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യണമെന്ന ഉദ്ദേശത്തിലല്ലാതെ, ഉദാഹരണത്തിന് ഒരാൾ ഒരു അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് ഒരാളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ തുടക്കം ബിസ്മി ഇല്ലാതെ പറഞ്ഞു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. മറിച്ച് പാരായണം എന്ന നിയത്തോടെ ഖുർആൻ പാരായണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സൂറത്ത് ആരംഭിക്കുമ്പോഴാണ് ബിസ്മി ചൊല്ലുക എന്നത് നിർബന്ധമായിട്ട് വരുന്നത് എന്നത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ അധ്യായത്തിൻ്റെ ആരംഭത്തിലല്ലാതെ ഒരു സൂറത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ പാരായണം ചെയ്യാണ്, അല്ലെങ്കിൽ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിലൊക്കെ ആ സമയത്ത് ബിസ്മി നിർബന്ധമല്ല. മറിച്ച് ബിസ്മി ഓതൽ സുന്നത്താണ്. അദ്ദേഹത്തിന് ബിസ്മി ഓതാതിരിക്കും ചെയ്യുക എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതൊരു സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മി ഉണ്ടാവണം എന്നതാണ് നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ബിസ്മി ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചകളുണ്ട്. ബിസ്മി ചൊല്ലുക എന്നത് എല്ലാ സൂറത്തുകളുടെയും ആയത്താണോ, സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം ആയത്താണോ, അതല്ലെങ്കിൽ ഖുർആനിൻ്റെ പുറത്തുള്ള ഒരു വചനാണോ, ആയത്തല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ച ബിസ്മിയുടെ വിഷയത്തിലുണ്ട്. ഔദ് ചൊല്ലുക എന്നത് അത് ഖുർആനിൽ പെട്ടതല്ല എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ പിശാചിനോട് ശരണം തേടാൻ വേണ്ടി, നിർവഹിക്കാൻ വേണ്ടി നമ്മളോട് പഠിപ്പിക്കപ്പെട്ട ഖുർആനിൻ്റെ പുറത്തുള്ള ഒരു ഭാഗമാണ് ഔദ് ചൊല്ലുക എന്നത്. ഖുർആനിൻ്റെ വചനത്തിൽ പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ബിസ്മി ചൊല്ലുക എന്നത് അതും ഈ ഔദ് പോലെ തന്നെ ഖുർആനിൽ പെട്ടതല്ലേ, അല്ലെങ്കിൽ ഖുർആനിൻ്റെ എല്ലാ സൂറത്തിലെയും ആയത്താണോ, പ്രത്യേകമായ ഏതെങ്കിലും സൂറത്തിലെ ആയത്താണോ, ഇങ്ങനെയൊക്കെ ചില ചർച്ചകൾ കാണാം. അതിൻ്റെ ഒരു ചുരുക്കം വളരെ ലളിതമായി ഞാൻ പറയാം. ഒന്നാമതായിട്ടോട് ആദ്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലെ 30-ാമത്തെ വചനത്തിൽ ബിസ്മി എന്നത് ആയത്താണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം സൂറത്തു നംലിലെ 30-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നംലിലെ 30-ാമത്തെ വചനത്തിൽ ആയത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ അങ്ങനെ തന്നെ ആയത്തിൽ വന്നതുകൊണ്ട് തന്നെ സൂറത്തു നംലിലെ 30-ാമത്തെ വചനത്തിൽ ബിസ്മി എന്നത് ആയത്തിൻ്റെ ഒരു പകുതിയാണ് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മി ഓതുക എന്നത് നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സൂറത്തു തൗബയിൽ മാത്രം ബിസ്മി ചൊല്ലാതെ ഔദ് ചൊല്ലി നേരെ സൂറത്ത് ആരംഭിക്കണമെന്നാണ്. അവിടെ ബിസ്മി ഓതുക എന്നത് പാടില്ല എന്നാണ്. ബിസ്മി ഇല്ലാതെ നേരെ ഔദ് ചൊല്ലി സൂറത്ത് ആരംഭിക്കുകയാണ് സൂറത്തു തൗബയിൽ നമ്മൾ ചെയ്യേണ്ടത്. ആ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ എവിടെയാണ് ചർച്ചയുള്ളത്? ഈ പറഞ്ഞ സൂറത്തു നംലിലെ 30-ാമത്തെ വചനവും സൂറത്തു തൗബയും ഒഴികെയുള്ള മറ്റുള്ള ഖുർആനിൻ്റെ സൂറത്തുകളിൽ അവിടെ ബിസ്മി ചൊല്ലുക എന്നത് ആയത്താണോ അല്ലേ? ഇതാണ് ചർച്ച. ഒരു അഭിപ്രായം
ബിസ്മി ചൊല്ലുക എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ആയത്താണ്, ബാക്കിയുള്ള വചനങ്ങളൊക്കെ ആയത്താണ് എന്ന പോലെ തന്നെ ആ ഫാത്തിഹയുടെ ഉള്ളിൽപ്പെട്ട ഖുർആനിലുള്ള ആ ഫാത്തിഹയുടെ ആയത്താണ് എന്നാണ് ഒരഭിപ്രായം ബിസ്മി ചൊല്ലുക എന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, സൂറത്തുൽ ഫാത്തിഹയിലാവട്ടെ മറ്റുള്ള സൂറത്തുകളിലാവട്ടെ ബിസ്മി ചൊല്ലുക എന്നത് അത് ആ സൂറത്തിൻ്റെ ആയത്തല്ല എന്നാണ്. ഫാത്തിഹയിലാണെങ്കിൽ ഫാത്തിഹയിൽ നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ട്, അവിടെ ഫാത്തിഹയിൽ ബിസ്മി ആയത്തല്ല. ഇനി വേറെ സൂറത്ത് ആണെങ്കിലും ആ സൂറത്തിൽ ആരംഭത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ടെങ്കിലും ആ സൂറത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ആയത്തല്ല ബിസ്മി എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. മറിച്ച് ബിസ്മി ചൊല്ലുക എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള ഒരായത്താണ്. എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ, ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് എല്ലാ അധ്യായങ്ങളുടെയും ആരംഭത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സൂറത്തുകൾക്കും ബാധകമായിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ആയത്താണ്. അല്ലാതെ ഇന്ന സൂറത്തിലെ ആയത്താണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ സൂറത്തുകൾക്കും ബാധകമായിട്ടുള്ള ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആയത്താണ് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായതും കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള അഭിപ്രായം ബിസ്മി എന്നത് ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സൂറത്തുകൾക്കും ബാധകമായിട്ടുള്ള ആയത്താണ് എന്നതാണ്. ഏതെങ്കിലും സൂറത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോ സൂറത്തിൻ്റെയോ ഉള്ളിൽപ്പെടുന്ന ആ സൂറത്തിൻ്റെ വചനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആയത്തല്ല, മറിച്ച് എല്ലാ സൂറത്തുകൾക്കും ബാധകമാകുന്ന തുടക്കത്തിൽ നിർവഹിക്കേണ്ട സൂറത്ത് തൗബ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള ആയത്താണ് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇതാണ് ഏറ്റവും ശരിയായതും കൂടുതൽ പ്രബലമായിട്ടുള്ള അഭിപ്രായമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.